ജിൽസി, നമുക്കിനി കുറച്ച് സമയം കൂടി മാത്രമേ ഈ ദർശനം ഉണ്ടാകുകയുള്ളൂ. കാരണം 10 മണിയോടുകൂടി തന്നെ ഈ പൊങ്കാല ഇടാൻ ആരംഭിക്കുമ്പോഴേക്കും ഇവിടെ നിൽക്കുന്ന ഈ ഭക്തജനങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ അറിയാം. രാവിലെ ജിൽസി കണ്ട ആ ഒരു തിരക്കല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കുറച്ച് ആ ഒരു തിരക്ക് വലിയ രീതിയിൽ കുറഞ്ഞു എന്നല്ല, എന്നാലും കുറച്ച് ആ ഒരു തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു 10 മണിയാകുമ്പോഴേക്കും ഇവർക്കൊക്കെ തന്നെ ഇവരുടെ അടുപ്പിനടുത്തേക്ക് പോകേണ്ടതുണ്ട്. കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും അവരുടെ ഈ ക്ഷേത്രത്തിനടുത്ത് അടുപ്പുള്ളത്, ബാക്കി ആളുകൾക്ക് ദൂരെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ അടുപ്പിനടുത്തേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് മുമ്പ് ദേവിയെ ഒരു നോക്ക് കണ്ടുപോകാനാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ത്രീജനങ്ങളൊക്കെ തന്നെയും ഇവിടെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നത്. മണിക്കൂറുകളായിട്ട് ഇവർ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു നോക്ക് ദേവി ഒന്ന് കാണുവാനായിട്ടാണ് ഇവരെത്തിയിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ലൈവ് കൊടുത്ത സമയത്ത് നമ്മുടെ ചില പ്രേക്ഷകരൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഈ പൊങ്കാലയുടെ ഐതിഹ്യം, അതൊന്ന് പറഞ്ഞു തരുമോ എന്ന്. ജസ്റ്റ് പൊങ്കാലയുമായി ബന്ധപ്പെട്ട 2 പ്രധാന ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ മധുര ചുട്ട് ചാമ്പലാക്കിയ ശേഷം കണ്ണകി ദേവി ഈ നാട്ടിലേക്ക് വന്നപ്പോൾ കണ്ണകി ദേവിയുടെ ആ ഒരു ദേഷ്യം ശമിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ പൊങ്കാലയിട്ട് ദേവിയുടെ ആ ഒരു കോപത്തെ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യത്തെ ശമിപ്പിച്ചു എന്നുള്ളതാണ് ഒരു വിശ്വാസം. അതുപോലെ തന്നെ മഹിഷാസുര വധം കഴിഞ്ഞ് വന്ന ആ ദേവിയെ ഭക്തർ പൊങ്കാലയിട്ട് സ്വീകരിച്ചു. അവരുടെ ആ ഒരു നന്മ അല്ലെങ്കിൽ ആ തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയത്തെ പൊങ്കാല ഇട്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങൾ ആഘോഷിച്ചു എന്നുള്ളതാണ് മറ്റൊരു വിശ്വാസം. അങ്ങനെ 2 ഐതിഹ്യങ്ങളും കഥകളും ഒക്കെയാണ് ഈ ഒരു പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ളത്. അതിൽ ആദ്യം പറഞ്ഞത്, മധുര ചുട്ട് ചാമ്പലാക്കിയ ശേഷം കണ്ണകി ദേവി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടുത്തെ സ്ത്രീജനങ്ങൾ, ഭക്തരായ സ്ത്രീജനങ്ങൾ പൊങ്കാലയിട്ട് ദേവിയുടെ ആ ഒരു കോപത്തെ ശമിപ്പിച്ചു എന്നുള്ളതാണ് പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളതും ഇവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ അടുത്ത് നിൽക്കുന്നതും. കാരണം ജിൽസി, അതെന്താണെന്ന് വെച്ചാൽ 10 ദിവസത്തെ ഒരു ആഘോഷമാണ് ഈ ആറ്റുകാൽ അമ്പലത്തിൽ ഈ ഉത്സവവുമായി, പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അത് ഈ കുംഭമാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങി കുംഭമാസത്തിലെ ഉത്രനാളിലാണ് അവസാനിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഉത്സവത്തിന്റെ 9ാമത്തെ ദിവസമാണ്. നാളെയാണ് ഉത്സവം തീരുന്നത്, ഉത്രനാളിലാണ്. ഈ പൂരം നാളും അതുപോലെ തന്നെ പൗർണമിയും ഒന്നിച്ചു വരുന്ന കുംഭമാസത്തിലെ ദിവസമാണ് ഈ ഒരു പൊങ്കാല മഹോത്സവമായി ആചരിക്കുന്നത്. അത് സാധാരണ 9ാമത്തെ ദിവസമാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു ദിവസമാണ്. ഈ ഒരു ദിവസം, ഈ ആദ്യ ദിവസം, അതായത് ഈ ഉത്സവത്തിന്റെ 1ാമത്തെ ദിവസം തന്നെ ദേവിയെ ഈ പുറത്ത്, ക്ഷേത്രത്തിന് പുറത്ത് ഒരു കുടിൽ കെട്ടി അവിടെ കാപ്പ് കെട്ടി പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ കാപ്പ് കെട്ടി പ്രതിഷ്ഠിച്ച് 10 ദിവസം അവിടെ തന്നെ പ്രതിഷ്ഠിച്ച് വയ്ക്കും. അതുമാത്രവുമല്ല, ഈ തോറ്റപ്പാട്ടുകാര് കണ്ണകി ചരിതം പാടുകയും ചെയ്യും. ഈ കണ്ണകി ചരിതത്തിൽ പറയുന്ന കഥ ഈ കണ്ണകിയുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ അവസാന ദിവസം, അതായത് ഇന്ന് വരെയാണ് ഈ തോറ്റപ്പാട്ടുകാര് ഈ ഒരു കണ്ണകി ചരിതം പാടുന്നത്. ഇന്ന് ഈ 10-15 ഇവിടെ ഈ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതിന് തൊട്ട് മുൻപ് ഈ തോറ്റപ്പാട്ടുകാർ പാടുന്നത് ഈ പാണ്ഡ്യ രാജാവിന്റെ വധവുമായി ബന്ധപ്പെട്ട കഥയാണ്. ആ ഒരു കഥ പറഞ്ഞു തീരുന്നതിന് പിന്നാലെ ഇവിടെ പണ്ടാര അടുപ്പിൽ തീ പകരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മധുര ചുട്ട് ചാമ്പലാക്കി കണ്ണകി ദേവി ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ദേവിയുടെ ഈ ഒരു ദേഷ്യത്തെ ശമിപ്പിക്കുവാൻ വേണ്ടി ഭക്തർ പൊങ്കാല ഇട്ടു എന്നുള്ള ഐതിഹ്യമൊക്കെ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പൊതുവെ പറഞ്ഞ് കേൾക്കാറുള്ളത്. അപ്പോൾ ക്ഷേത്ര ആചാരങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതും ആ ഒരു ഐതിഹ്യം തന്നെയാണ് ജിൽസി. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട രാവിലെ തൊറ്റമ്പാട്ട് നടക്കാറുണ്ട്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഈ ഒരു തൊറ്റമ്പാട്ടും ആരംഭിക്കും. 9:45 ഈ ശുദ്ധപുണ്യാഹ കർമ്മം ആരംഭിക്കും. അതിനുശേഷമാണ് ഈ തോറ്റംപാട്ട് പാടുക. തോറ്റംപാട്ട് പാടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പാണ്ഡ്യരാജാവിൻ്റെ വധം പറയുന്ന ഭാഗം പാടി തീർന്നാൽ ഉടൻ തന്നെ ഈ ഇവിടുത്തെ പണ്ടാര അടുപ്പിൽ തിരിതെളിയും. അതോടുകൂടി തന്നെ ഇവിടെ ഈ തൊട്ടടുത്തായി ഈ പറയുന്ന ക്ഷേത്രത്തിന് ചുറ്റളവിലുള്ള എല്ലാ പണ്ടാര അടുപ്പുകളിലും അതുപോലെ തന്നെ ഇവിടെ ഈ ഭക്തർ ഒരുക്കിയിരിക്കുന്ന എല്ലാ അടുപ്പുകളിലും തീ പകരും. ഒരു വർഷത്തെ അവരുടെ കാത്തിരിപ്പാണ് ഈ പൊങ്കാല ദിവസം എന്ന് പറയുന്നത്. കാരണം